എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലുവിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് പത്മയും പ്രതാപനും വീട്ടിലേക്ക് ചെല്ലുവാണ്. ഈ സമയം നിഖിലിന്റെ മുഖം ഇങ്ങനെ കറുത്തന്നെ ഇരിക്കുകയാണ്. പെട്ടെന്ന് പത്മ വെച്ച് എന്താണ് മോനെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കാം. ഇത് കേട്ടതും പ്രതാപം പറഞ്ഞു, പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവര് പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമാണോ? ആ അച്ഛന്റെ അഹങ്കാരം കണ്ടില്ലേ? കല്യാണത്തിന് സ്വർണ്ണം ഇട്ടുകൊണ്ട് വരണമെന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞു കേട്ടോ, അങ്ങനെയാണെങ്കിൽ ഈ വിവാഹം വേണ്ടെന്ന്. അവിടെ ആയതുകൊണ്ട് മാത്രം ഞാൻ പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല. പക്ഷെ കിട്ടും നമ്മുടെ കയ്യില് പന്ത് അവളെ കിട്ടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും പത്മജ അത് ശരിയാ, ആ പല്ലവിയുടെ വർത്താനം കേട്ടോ, സ്ത്രീധനം മേടിച്ച് അങ്ങനെ കെട്ടിക്കുന്നില്ല പോലും. അവളൊക്കെ എവിടുന്ന് വന്നാന്ന് അറിയത്തില്ല. ഇത് കേട്ടതും പ്രതാപം പറഞ്ഞു, കല്യാണം കഴിയുന്നതോട് കൂടിയിട്ട് ആദ്യം അവളെ ആയിരിക്കും അവിടുന്ന് അടിച്ചിറക്കി വിടാൻ പോകുന്നത്. ഈ സമയം നിഖില് പറഞ്ഞു, എന്നാലും അവൾ എന്നോടൊന്ന് നേരെ മിണ്ടാൻ പോലും കൂട്ടാക്കില്ല അങ്കളെ, പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് ചോദിക്കും. മോനെ ഇപ്പൊ നീ ഒരു താന്നു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതെ, നാളെ ഇനി അവള് നിന്റെ ഭാര്യയായി കഴിഞ്ഞ് കഴിയുമ്പോ നീ പറയുന്നതല്ല അവൾ അനുസരിക്കും. ഇപ്പൊ സ്വർണ്ണം ഒന്നും കിട്ടിയാലും കുഴപ്പമില്ല, കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ അവളോട് ഓരോന്ന് പറഞ്ഞു വരെ നമുക്ക് മേടിച്ചെടുക്കാം. അതുവരെ നീ ഒന്ന് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ പറയണം. ദേ, സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് പരിധിയുണ്ട്. തൽക്കാലത്തേക്ക് അങ്കിളും ആന്റിയും പറയുന്നോണ്ട് മാത്രം ഞാനൊന്നും മിണ്ടുന്നില്ല എന്ന് പറയണം. ഈ സമയം സേതു ആകെപ്പാട് ടെൻഷനിലിരിക്കുക. സേതുവിന്റെ മനസ്സിലേക്ക് കല്യാണത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ വരിക. അച്ഛൻ സ്വർണ്ണമൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞാലും അച്ഛന് സ്വർണ്ണമൊക്കെ കൊടുത്ത് വേണം കെട്ടിച്ചയക്കാനായിട്ട്. ഈ സമയമാണ് അങ്ങോട്ടേക്ക് പല്ലി വരുന്നത്. പല്ലി വന്ന് ചോദിച്ചു, എന്ത് സേതോട്ടാ? സേതോട്ടൻ എന്താ ഭയങ്കര ആലോചനയിലാന്ന് ചോദിക്കുക. അല്ല, അത് പിന്നെ സ്വർണ്ണമൊന്നും വേണ്ടെന്ന് അച്ചു പറഞ്ഞു. പക്ഷെ എന്നാലും അതല്ലല്ലോ നമ്മുടെ മര്യാദ. അത്യാവശ്യം സ്വർണ്ണമൊക്കെ വേണ്ടേന്ന് ചോദിക്കണം. നല്ല രീതിയിൽ വേണ്ട അച്ഛൻ്റെ കല്യാണം നടത്തിവിടാനും. ഒരു പക്ഷേങ്കിൽ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിങ്ങനെയൊന്നും ആയിരിക്കില്ല, നല്ല ഗംഭീരമായിട്ട് തന്നെ കല്യാണം നടന്നേനെന്ന് പറയാം. അത് ശരി തന്നെയാ. പക്ഷേങ്കിൽ അച്ചു അവളാണ് പെൺകുട്ടി. കാരണം അവള് പറഞ്ഞ കേട്ടോ, സാധാരണ പെൺകുട്ടികളാണെങ്കിൽ കുറെ സ്വർണ്ണമൊക്കെ വേണമെന്ന് പറയും. പക്ഷെ സ്വർണ്ണമൊക്കെ മോഹിച്ചു വരുന്ന ഒരാളെ കൊണ്ട് തന്റെ കഴുത്തിൽ താലി ചാർത്തിക്കില്ലെന്ന് അവളൊരു ശബ്ദം എടുത്തിട്ടുണ്ട്. അങ്ങനെ വേണമെന്ന് പറയാം. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ഒരു ഉത്തമ മാതൃക അച്ചു എന്ന് പറയാം. പക്ഷെ അതുകൊണ്ടായില്ലല്ലോ നമ്മൾ നമ്മുടെ രീതിക്ക് നല്ല രീതിക്ക് വേണ്ട ഇറക്കി വിടാനെന്ന് ചോദിക്കുക. അതിനുള്ള പണം ഇപ്പോഴാണെങ്കിൽ അക്കൗണ്ടിൽ പൈസ ഒന്നും കാണത്തില്ല. ഋതു 25 ലക്ഷം രൂപ എടുത്തോണ്ട് പോയി. ഇനിയിപ്പം പൈസ ഇല്ലാത്തതിന് വലിയ കല്യാണം മുടങ്ങും എന്തെങ്കിലും ചെയ്യുവോ? അങ്ങനെ എനിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടെന്ന് പറയണം. അങ്ങനെയൊന്നുമില്ല സേതുവേട്ടാ, ഒരു കാരണവശാലും അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേങ്കില് പല്ലവിയുടെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷെ ഇത് മനഃപൂർവ്വമാണോ ഈ കളി കളിക്കുന്നതെന്ന്. ഈ കല്യാണം മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് സേതുവേട്ടാ, ഈ കല്യാണം മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ സേതുവേണ്ട ആ വിൽപത്രത്തിൽ ഒരു അവകാശം ഇല്ലാതാവും. അപ്പോഴാണ് സേതു അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും. അല്ല, അത് പിന്നെ കല്യാണം എങ്ങനെ മുടങ്ങുന്നേ? മുടങ്ങാൻ ഒരു വഴിയില്ലെന്ന് പറയാം. അതൊക്കെ നമ്മൾ പറയും. പക്ഷെങ്കിൽ ഇത് മുടക്കാനായിട്ട് ഋതു ആരെങ്കിലും ശ്രമിച്ചാലോ? അങ്ങനെയാണെങ്കിൽ സേതുവേണ്ട ഇവിടുന്ന് ചിലപ്പോൾ ഇറങ്ങേണ്ടതായിട്ട് വരുമെന്ന് പറയണം. സേതു പറഞ്ഞു, അങ്ങനെ വരത്തില്ല. അവൾ അങ്ങനെയൊക്കെ ചെയ്യുമോന്ന് ചോദിക്കാം. അങ്ങനെ നമുക്ക് വിശ്വാസമൊന്നുമില്ല. പക്ഷെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കില്ല സേതുവേട്ടാ. എപ്പോഴാ എന്താന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. അവളുടെ മുഖഭാവം ഒക്കെ ഉണ്ട്. അവൾ എന്തൊക്കെയോ തീരുമാനിച്ചുറച്ച പോലെ എറുതുക. അവളുടെ സംസാരമൊക്കെ. കല്യാണത്തിന് ഇനിയിപ്പോ അധിക ദിവസങ്ങളൊന്നുമില്ല, വിരലെണ്ണാൻ പറ്റുന്ന ദിവസങ്ങളല്ലേ ഉള്ളൂ. കല്യാണം നടന്നു കഴിഞ്ഞാൽ ഒരു സമാധാനം വരുള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ സേതുവായിട്ട് തന്നെ മുൻനിരയിൽ നിന്ന് നടത്തണമെന്ന് പറയാം. അത് ശരിയാ, ഓഡിറ്റോറിയത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ ആ റിസോർട്ട് വെച്ച് തന്നെ നടത്താമെന്ന് എന്റെ തീരുമാനം. ഇതിനിപ്പോ പൂർണിമയോടും ഒക്കെ സംസാരിക്കണമെന്ന് പറയാണ്. പിന്നീട് സേതുവും പല്ലവിയൊക്കെ പൂർണിമയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പിന്നീട് പറഞ്ഞു, അമ്മേ, റിസോർട്ട് വെച്ചൊരു കല്യാണം ലളിതമായ രീതി നടത്താനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അമ്മയുടെ അഭിപ്രായം എന്താന്ന് ചോദിക്കുക. ഇത് കേട്ടോണ്ട് അച്ചു അങ്ങോട്ട് ഇരുന്നേ. അച്ചു പറഞ്ഞു, ചെറിയ രീതിയിൽ തന്നെ നടത്തിയാൽ മതി സേതുവേട്ടാ, വലിയ ആഡംബരമായിട്ടൊന്നും വേണ്ട. അറിയാലോ, എനിക്ക് അങ്ങനെ വലിയ ആഡംബരത്തോടൊന്നും താല്പര്യമില്ല എന്ന് പറയണം. അങ്ങോട്ടേക്ക് വന്ന് ഋതു പറഞ്ഞു, അതെന്ത് പരിപാടി അച്ചു നീ പറയണേ? നല്ല ഗംഭീരമായിട്ട് തന്നെ നടത്തണം. നമ്മള് ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ തന്നെ സ്വർണ്ണമൊക്കെ കൊടുത്തു വേണം അമ്മേ കെട്ടിച്ചയക്കാനായിട്ട്. ഇത് കേട്ടതും പൂർണ്ണി പറഞ്ഞു, അതിന് മോളെ സ്വർണ്ണം എടുക്കാനുള്ള പൈസ അതൊക്കെ ഉണ്ടാവുന്നേ. പൈസയല്ലേ, അത് ഇന്ന് വരെ നാളെ പോകും. പക്ഷെ ഇവളുടെ കല്യാണക്കാര്യത്തില് ഒന്നിനും ഒരു മുടക്കം ഉണ്ടാകത്തില്ലെന്ന് ഋതു പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്വാതി ഋതുവിനെ ഒന്ന് നോക്കി. പിന്നെ ഒന്നും മിണ്ടിയില്ല. കാരണം സ്വാതിക്കറിയാം ചേച്ചി ഏറ്റവും വലിയൊരു കുഴിയാ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ചതിക്കുഴിയാണ് സേതുമാധവന് വേണ്ടി വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അവസാന നിമിഷത്തില് പൈസ ഇല്ലാതെ വന്ന് ഈ കല്യാണം മുടങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് വേണം. അങ്ങനെയാണെങ്കിൽ സേതു ഈ വീട്ടിൽ നിന്ന് പടിക്ക് പുറത്താവും. കാരണം വിൽപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ കല്യാണം മുടങ്ങുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരവകാശം ഉണ്ടാകത്തില്ല ആ വിൽപത്രം പ്രകാരം. അതാണ് തനിക്ക് വേണ്ടത്. ആ ഒരു ഇതായിരുന്നു ഋതുവിന്റെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യം നടക്കുമെന്ന്.
പക്ഷേങ്കിൽ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛന് പൊന്നും പണം ഒന്നും വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു അച്ഛൻ നിന്നിരുന്നത്. ഈ സമയം വല്ലാത്ത ടെൻഷനിലായിരുന്നു പാറു. കാരണം അമ്മയാണെങ്കിലും അച്ഛനുള്ള ഒരു തെറ്റും ചെയ്യാതെയാ വിശ്വജിത്തിനെ പറ്റിയും തന്നെ പറ്റിയും അനാവശ്യമൊക്കെ പറയുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ ചേച്ചിനെ രക്ഷിക്കാനായിട്ട് തനിക്ക് സാധിച്ചേക്കും. വിശ്വജിത്ത് ആ ഇന്ദ്രനെതിരെയുള്ള എന്തെങ്കിലും തെളിവുകൾ കൊണ്ടുവരുവാണെങ്കിൽ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. പക്ഷെ അത് കയ്യിൽ കിട്ടണം. എങ്കിൽ മാത്രമേ ചെവിച്ചിയുടെ ഡിവോഴ്സിന് അത് ഉതകുള്ളൂ. പക്ഷെ ഇപ്പൊ ഇവിടെ വീട്ടിലെ കാര്യങ്ങളൊന്നും പറയാനും പറ്റില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിലോ അച്ഛനും അമ്മയും താൻ എന്തിനാ ഏതിനാ പുറപ്പെടുന്നതെന്ന് പോലും അറിയത്തില്ലാതെ വെറുതെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുള്ളൂ. അത് മേടിച്ചെടുക്കുന്നോടം വരെ വിശ്വജിത്തുമായിട്ട് ഫ്രണ്ട്ഷിപ്പും തുടർന്ന് പോകണം. അത് കഴിഞ്ഞാലും വിശ്വജിത്ത് പാവ സാധാരണ ഇന്ദ്രനെ പോലെ ഒന്നും അല്ലെന്ന് പാവന് മനസ്സിലായ കാര്യമാണ്. പക്ഷെ അച്ഛനും അമ്മയെ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല അവനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. എത്രയും പെട്ടെന്ന് തന്നെ ആ രേഖകൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചെടുക്കാം. അങ്ങനെ ഒരു ചിന്തയോടുകൂടി പാറു മുറിയിലേക്ക് പോവാണ്. പിന്നീട് വിശ്വജിത്തിന് മെസ്സേജ് അയക്കുവാണ്. ഞാൻ പറഞ്ഞ കാര്യം എന്താ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. പിന്നീട് വിശ്വം മെസ്സേജ് അയച്ചു. അതെ ഞാൻ ഒന്ന് ട്രൈ ചെയ്യട്ടെ, കിട്ടുവാണെങ്കിൽ ഞാൻ പാറുവിനെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുവാണ്. അതും മതിയായിരുന്നു പാറുവിന്. കാരണം തരാം നോക്കാൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞല്ലോ. അത് കിട്ടുവാണെങ്കിൽ ഒരു പക്ഷേ തന്റെ ചേച്ചിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് കിട്ടും. അവൻ മാനസിക രോഗിയാന്ന് തെളിയിക്കാൻ പറ്റണം. എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ആ സമയം ഇന്ദ്രൻ നിഖിലിനെ വിളിക്കുകയാണ്. നിഖിലിനെ വിളിച്ചിട്ട് ബ്രോ നീ എവിടെയാന്ന് ചോദിക്കുക. അതെ ഞാനിവിടെയുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ. എല്ലാം ഓക്കെയാണ്. ഒന്നിനും ഒരു കുറവും വരില്ല, ഒന്നും വരത്തില്ല. പറഞ്ഞ പോലെ എല്ലാം. പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. എല്ലാം അറിയാം. ഒരു കാരണവശാലും പിടിക്കപ്പെടില്ല. അതിനു മുമ്പ് ആർക്കും ഒരു സംശയം തോന്നില്ല. ആ സേതുമാധവനൊന്നും അറിയില്ലെന്ന് പറയാം. അതൊന്നും അറിയാനൊന്നും പോകുന്നില്ല. കല്യാണത്തിന് 2-3 ദിവസം കൂടെ ഉണ്ടല്ലോ. ആ ദിവസത്തിനുള്ളിൽ തന്നെ താൻ പറയുന്ന പോലെ എല്ലാ സംഗതികളെല്ലാം ഞാൻ ഓക്കെ. നമ്മൾ തമ്മിൽ മുമ്പരിചയം ഉണ്ടെന്ന കാര്യമൊന്നും ഒരു കാരണവശാലും പുറത്താരും അറിയാൻ പാടില്ലെന്നും പറയാണ്. അതൊക്കെ പിന്നെ എന്നോട് പറയേണ്ട കാര്യമുണ്ടോ ഇന്ദ്ര? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാന്ന് പറയണം. പിന്നീട് ഇന്ദ്രൻ ഒരു സ്വപ്ന ലോകത്തിലേക്ക് എന്നോണം പോവാണ്. കാരണം ഇന്ദ്രന്റെ മനസ്സിലേക്ക് ആ കാര്യങ്ങളൊക്കെ കടന്നു വരിക. നിഖിലുമായിട്ട് ചെറിയ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല പ്ലാൻ ചെയ്ത് വെച്ചിരുന്നേ. കാരണം നിഖിലും അച്ഛനും നമ്മളുടെ കല്യാണം നടന്നു കഴിഞ്ഞതിന് ശേഷം ഒരു ഹോട്ടലിലേക്കായിരിക്കും അവരെ ആദ്യരാത്രി ആഘോഷിക്കാണ്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഇന്ദ്രൻ അവിടെ കിടക്കുവാണ്. കല്യാണം കഴിഞ്ഞ ആദ്യരാത്രി അച്ചു മുറിയിലെന്ന് പറഞ്ഞാൽ ഹോട്ടൽ മുറിയിലിരിക്കുന്ന സമയത്ത് പാലൊക്കെ ആയിട്ട് നിഖിൽ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് പാലൊക്കെ വെച്ചിട്ട് നിഖിൽ അവിടെ നിൽക്കുന്ന സമയത്ത് കഥയെ മുട്ടെന്ന് കേട്ടെ നിഖിൽ പെട്ടെന്ന് പോയി വാതിൽ തുറന്നു ഇപ്പൊ ഇന്ദ്രനെ കാണുന്നത്. ഇന്ദ്രൻ എന്ത് ചെയ്യാണ്? അപ്പൊ അതൊക്കെ ആ സൂട്ട് കേസിനകത്തുള്ള പൈസ നിഖിലിന്റെയിലേക്ക് കൊടുക്കുക. നിഖിലിന്റെയിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു അതെ പറഞ്ഞ എമൗണ്ട് മൊത്തം ഉണ്ട്, എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കോളം പറയണം. അതെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ എന്ത് ചെയ്യാണ്? ഇന്ദ്രൻ ആ പണവും കൈമാറട്ടെ. ഇന്ദ്രൻ നേരെ അവളുടെ മുറിയിലേക്ക് കയറി ചെല്ലുവാണ്, അച്ചുവിന്റെ മുറിയിലേക്ക്. അച്ചു ഒരു നിമിഷം ഞെട്ടിപ്പോയി. പിന്നീട് ഇന്ദ്രൻ ചെന്ന് പാല് കുടിച്ചിട്ട് പകുതി പാല് അച്ഛന് നേർക്ക് നീട്ടുക ഇത് കുടിക്കാനും പറഞ്ഞോണ്ട്. അച്ഛന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? നിന്റെ അവന്റെ ആദ്യരാത്രിയാണോ? ഒരിക്കലും അല്ല. നടക്കാൻ പോകുന്ന നമ്മുടെ രണ്ടുപേരുടെ ആദ്യരാത്രിയാ. നീ ഇവിടെ കിടന്ന് എത്ര കരഞ്ഞ് ബഹളം വെച്ചെന്ന് പറഞ്ഞാലും ആരും നിന്നെ രക്ഷിക്കാനൊന്നും വരുന്നില്ലെന്ന് പറഞ്ഞോണ്ട് ഇന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയിൽ അച്ചു കിടന്ന് അലറി വിളിക്കുവാണ്. പക്ഷേങ്കിൽ ഇന്ദ്രൻ പറഞ്ഞു നീ എന്തിനാ അലറി വിളിക്കുന്നത്? വെറുതെ വിളിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് എന്നിട്ട് അവളെ തന്നോട് അടുപ്പിക്കാനോട് ശ്രമിക്കുകയാണ്. പെട്ടെന്ന് ഇന്ദ്രൻ കണ്ണു തുറന്നു. താൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. അപ്പൊ ഇനിയാണ് അതൊക്കെയാണ് നടക്കാൻ പോകുന്നത്. അതൊക്കെയാണ് ഇന്ദ്രൻ നിഖിലും കൂടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് ഇന്ദ്രന്റെ മനസ്സിലേക്ക് വന്ന ഓർമ്മകളായിരുന്നു. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവളെ താൻ വിലയ്ക്ക് വാങ്ങുവാണ്. ആ ഒരു ഓർത്ത് കഴിയുമ്പോൾ തന്നെ ഇന്ദ്രൻ ഒരു കോഴിത്തിരിപ്പുണ്ടായി. കാരണം പല്ലവിക്കിട്ട് കൊടുക്കാൻ പറ്റിയ സേതുവിനിട്ട് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ അടിയാണ്. പണത്തിന് വേണ്ടിയിട്ട് നിഖിൽ അങ്ങനെ അച്ഛനെ എന്തിനും വിൽക്കാനായിട്ട് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണുന്നത്. ഒരു പക്ഷേങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സേതു വരും. സേതു വന്ന് അവനെ പഞ്ഞിക്കിടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ സംഭവങ്ങളൊക്കെ അറിയുന്നെങ്കിൽ ഒരിക്കലും പിന്നെ അച്ഛനൊരു രക്ഷപ്പെടൽ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. കല്യാണം മുടങ്ങിപ്പോയാലും അതും പിന്നെ പ്രശ്നവും. ഒരു പക്ഷെ അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ അറിയണം. സേതു കാര്യങ്ങളൊക്കെ അറിയണം. ഇന്ദ്രനെ നിഖിലിന്റെ മനസ്സിലിരിപ്പ് ഇതാണ്. ഇവർ തമ്മിലൊരു ഗൂഢാലോചന തന്ത്രങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.